ഹലോ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് സയൻസ് ആണ്. സയൻസിലെ ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയുമായിരിക്കും ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി ക്ലാസ്സുകൾ നിങ്ങൾ കാണണം. അത് നമ്മളുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇട്ടിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ 3 വീഡിയോസ് ആയിട്ടായിരിക്കും ഇന്നത്തെ ക്ലാസ്സുകൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. പാലായന പ്രവേഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. പാലായന പ്രവേഗമാണ് നമ്മൾ നോക്കുന്നത്. എസ്കേപ്പ് വെലോസിറ്റിയാണ് അല്ലേ. ഒരു ഗോളത്തിൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും മുക്തമായി മുന്നോട്ട് പോകുവാൻ ഒരു വസ്തുവിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് പാലായന പ്രവേഗമാണ്. ഒരു ഗോളത്തിൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും മുക്തമായിട്ട് മുന്നോട്ട് പോകുവാൻ ഒരു വസ്തുവിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം. പാലായന പ്രവേഗം കണ്ടുപിടിക്കുവാനുള്ള സമവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ VE എന്താണ് 2gm/r ആണ്. √2gm/r ആണ്. G എന്ന് പറയുന്നത് സാർവത്രിക ഗുരുത്വാകർഷണ സ്ഥിരാങ്കവും M എന്ന് പറയുന്നത് ഗ്രഹത്തിൻ്റെ പിണ്ഡവും R എന്ന് പറയുന്നത് ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ആരവുമാണ്. ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ്? 11.2 km/s ആണ്. ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 km/s ആണ്. ഇനി ചന്ദ്രൻ്റെ പാലായന പ്രവേഗമാണെങ്കിൽ 2.3 km/s ആണ്. ചന്ദ്രൻ്റെ പാലായന പ്രവേഗം 2.3 km/s. സൂര്യൻ്റെ പാലായന പ്രവേഗമാണെങ്കിൽ 618 km/s ആണ്. 618 km/s ആണ്. ഇനി പാലായന പ്രവേഗം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് വ്യാഴമാണ്. 60 km/s ആണ് വ്യാഴത്തിൻ്റെ പാലായന പ്രവേഗം. ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് വ്യാഴം. പാലായന പ്രവേഗം ഏറ്റവും കുറവുള്ള ഗ്രഹമാണ് ബുധനാണ്. 4.2 km/s ആണ്. ബുധനാണ് ഏറ്റവും കുറവുള്ള പാലായന പ്രവേഗമുള്ള ഗ്രഹം. ഇനി മറ്റു ഗ്രഹങ്ങളുടെ പാലായന പ്രവേഗം നോക്കാം. ശുക്രൻ 10.36 km/s, ചൊവ്വ 5 km/s, ശനിയാണെങ്കിൽ 39.4 km/s, യുറാനസ് 21.5 km/s, നെപ്റ്റ്യൂൺ ആണെങ്കിൽ 24.2 km/s ആണ്. ഇനി സൗരയൂഥത്തിന് പുറത്തു കടക്കുവാൻ ആവശ്യമായിട്ടുള്ള പാലായന പ്രവേഗം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 16.6 km/s ആണ്. ഉപഗ്രഹങ്ങളുടെ പാലായന പ്രവേഗം കാലിസ്റ്റോ 2.4 km/s, ഗാനിമീഡ് 2.7 km/s, ടൈറ്റൻ ആണെങ്കിൽ 2.6 km/s, ട്രൈറ്റൻ ആണെങ്കിൽ 1.5 km/s, സിറസ് 0.64 km/s, അയോ 2.558 km/s, യൂറോപ്പ 2.025 km/s ആണ്. ഇനി പിണ്ഡവും ഭാരവും എന്നുള്ള ഭാഗമാണ്. പിണ്ഡം നോക്കാം. ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവ് ആണ് പിണ്ഡം എന്ന് പറയുന്നത്. ദ്രവ്യത്തിൻ്റെ പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ ആണ്. ഹിഗ്സ് ബോസോൺ ആണ് ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്നത്. ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. ഹിഗ്സ് ബോസോൺ ജനീവയിലെ സേൺ ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ വർഷം 2012 ജൂലൈ 4-നാണ്. 2012 ജൂലൈ 4-നാണ് സേൺ ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത് ഹിഗ്സ് ബോസോണിനെ. ദൈവഗണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ലിയോൺ ലിൻഡർമാൻ ആണ്. ഏത് ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോണിന് ആ പേര് നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് സത്യേന്ദ്രനാഥ ബോസ്, പീറ്റർ ഹിഗ്സ്. സത്യേന്ദ്രനാഥ ബോസിൻ്റെയും പീറ്റർ ഹിഗ്സിൻ്റെയും രണ്ടുപേരുടെ ശാസ്ത്രജ്ഞന്മാരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോണിന് ആ ഒരു പേര് നൽകിയിട്ടുള്ളത്. ഇനി LHC ആണ്. നിരീക്ഷണത്തിനും പഠനത്തിനും വേണ്ടി ഹിഗ്സ് ബോസോണും മറ്റു പദാർത്ഥങ്ങളും നിർമ്മിക്കുവാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഉപകരണമാണ് HLC എന്ന് പറയുന്നത്. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. സ്ഥിതി ചെയ്യുന്നത് ജനീവയിലാണ്, സ്വിറ്റ്സർലാൻഡിൽ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായിട്ടുള്ള എനർജി പാർട്ടിക്കിൾ ആക്സിലേറ്ററാണ്. LHC നീളം എന്ന് പറയുന്നത് 27 കിലോമീറ്റർ ആണ്. അപ്പോൾ 2 പദാർത്ഥങ്ങളുടെ മാസ് വ്യത്യസ്തമാകാൻ കാരണം എന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് വ്യത്യാസമായതുകൊണ്ടാണ്. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. കിലോഗ്രാം കൂടാതെ മാസ് അളക്കുന്നതിനുള്ള യൂണിറ്റാണ് ടണ്ണ്, കിൻഡല്, ഗ്രാം, മില്ലിഗ്രാം, ആറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പോൾ മില്ലിഗ്രാം എന്ന് പറയുന്നത് 10⁻⁻6 kg ആണ്. 1 ഗ്രാം എന്ന് പറയുന്നത് 10⁻⁻
3 kg ആണ്. 1 കിൻഡലാണെങ്കിൽ 100 kg ആണ്. 1 ടൺ ആണെങ്കിൽ 1000 kg ആണ്. ഒരു AMU എന്ന് പറയുന്നത് 1.66 ഇൻറ്റു 10 ഇതാണ് -27 kg ആണ്. സാധാരണയായിട്ട് നാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് മൈക്രോൺ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് ഒരു മൈക്രോൺ എന്ന് പറയുന്നത്. ഒരു മൈക്രോണ് എന്താണ് 10⁻⁻6 m ആണ്. കിബിൾ ബാലൻസ് നോക്കാം. ഒരു പുതിയ നിർവചനം അനുസരിച്ച് കിലോഗ്രാമിൻ്റെ അടിസ്ഥാന മാതൃകയാണ് കിബിൾ ബാലൻസ്. വാട്ട് ബാലൻസ് വൈദ്യുത കാന്തിക ശക്തി ഉപയോഗിക്കുമ്പോൾ ഭാരസന്തുലനം നേടാൻ എത്ര ഊർജം ഉപയോഗിക്കുന്നു എന്ന് പ്ലാങ്ക് സ്ഥിരാങ്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കുന്നത് കിബിൾ ബാലൻസ് ആണ്. കിലോഗ്രാമിൻ്റെ പുതിയ നിർവചനം കിബിൾ ബാലൻസ് നിലവിൽ വന്നത് 2019 മെയ് 20-നാണ്. കിലോഗ്രാമിൻ്റെ പുതിയ നിർവചനമായിട്ട് നിലവിൽ വന്നത് 2019 മെയ് 20-നാണ്. കിബിൾ ബാലൻസ് വൈദ്യുത കാന്തിക ശക്തി ഉപയോഗിക്കുമ്പോൾ ഭാരസന്തുലനം നേടാൻ എത്ര ഊർജം ഉപയോഗിക്കുന്നു എന്ന് പ്ലാങ്ക് സ്ഥിരാങ്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കുന്നതിനെയാണ് കിബിൾ ബാലൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാരമാണ്. ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലത്തെ ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നു. ആ ഒരു വസ്തുവിൻ്റെ ഭാരം W = m/g ആണ്. m എന്ന് പറയുന്നത് വസ്തുവിൻ്റെ പിണ്ഡവും g എന്ന് പറയുന്നത് ഭൂഗുരുത്വം മൂലമുള്ള ത്വരണവുമാണ്. നാം സ്പർശിച്ചു നിൽക്കുന്ന തറയിൽ നിന്നും ലഭിക്കുന്ന പ്രതിബലമാണ് ഭാരം എന്ന് പറയുന്നത്. ഇനി ഒരു വസ്തുവിൻ്റെ ഭാരം അത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളത്തിനനുസരിച്ചിട്ട് മാറുന്നു. എന്നാൽ പിണ്ഡം സ്ഥിരമായിരിക്കും. ഒരു വസ്തുവിൻ്റെ ഭൂമിയിലുള്ള ഭാരത്തിൻ്റെ 1/6 ഭാഗം മാത്രമേ ചന്ദ്രനിൽ അനുഭവപ്പെടുകയുള്ളൂ. കാരണം ചന്ദ്രനിലെ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് 1.62 m/s² ആണ്. അത് ഭൂമിയിലെ ജിയുടെ മൂല്യത്തിന് ഏകദേശം 1/6 ഭാഗമാണ്. അപ്പം 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത്. ഭാരത്തിൻ്റെ ഒരു യൂണിറ്റ് കിലോഗ്രാം വെയിറ്റ് ആണ്. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 9.8 n ആണ്. SCERT പാഠപുസ്തകത്തിലൂടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വസ്തുവിൻ്റെ മാസ് 30 kg ആണ്. അതിന് ഭൂമിയിലെ ഭാരം എത്രയാണ്? ഈ വസ്തുവിനെ ചന്ദ്രനിൽ എത്തിച്ചാൽ അവിടെ വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? അപ്പോൾ ഭാരം ഇൻറ്റു എന്താണ് m/g ആണല്ലോ. ഭൂമിയിലെ ഭാരം എന്ന് പറയുന്നത് 30 × 9.8 ആണ്. അപ്പോൾ ഭൂമിയിലെ ഭാരം എന്ന് പറയുന്നത് 294 n. ചന്ദ്രനിലെ ഭാരം നോക്കാം 30 × 1.62 ആണ്. അപ്പം 48.6 n ആയിരിക്കും. ഇനി ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? സ്പ്രിങ് ത്രാസാണ് ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സാധാരണ ത്രാസ്. സാധാരണ ത്രാസിലാണ് മാസ് അളക്കാൻ ഉപയോഗിക്കുന്നത്. ഭാരം അളക്കാൻ സ്പ്രിങ് ത്രാസുമാണ്. ഇനി സ്പ്രിങ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമമാണ്. സ്പ്രിങ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമമാണ്. ജിയുടെ മൂല്യം നോക്കാം. ഒരു വസ്തുവിൻ്റെ ഭൂഗുരുത്വ ആകർഷണം മൂലമുണ്ടാകുന്ന ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം. ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ഭൂഗുരുത്വ ആകർഷണം മൂലമുണ്ടാകുന്ന ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം. ഭൂഗുരുത്വ ആകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിൻ്റെ പിണ്ഡത്തെ ആശ്രയിക്കുന്നില്ല. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണ ബലം മൂലമുണ്ടാകുന്ന ത്വരണം ഒരുപോലെയായിരിക്കും. ഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ മൂല്യം G എന്ന് പറയുന്നത് 9.8 m/s² ആണ്. ഒരു വസ്തുവിന് മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അത് ഭൂമിയിൽ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ്. ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെ സ്ഥിതി ചെയ്യുമ്പോഴാണ്? ആ വസ്തു ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ഇനി ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം ക്രമേണ കുറയും. താഴോട്ട് പോന്നാലും ഗുരുത്വാകർഷണ ബലം കുറയും അല്ലേ. ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം നോക്കാം. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്. ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് പോകുന്തോറും ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ മൂല്യം കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ധ്രുവപ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്. എന്നാൽ ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ്. ജിയുടെ മൂല്യം കണ്ടെത്തുന്നതിനുള്ള സമവാക്യം എന്ന് പറയുന്നത് G = Gm/r² ആണ്. G എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. 6.67 × 10⁻⁶
-11 GM സ്ക്വയർ kg² ആണ്. അപ്പം എന്താണ് m എന്ന് പറയുന്നത് ഭൂമിയുടെ മാസാണ്. 6 × 10⁻24 kg ആണ്. r എന്ന് പറയുന്നത് ഭൂമിയുടെ ആരമാണ്. ആരം 6.4 × 10 6 ധ്രുവ പ്രദേശത്ത് ജിയുടെ മൂല്യം 9.83 ആയിരിക്കും. 83 m/s² ആണ്, കൂടുതലായിരിക്കും അല്ലേ. ഭൂമധ്യരേഖ പ്രദേശത്താണെങ്കിൽ ജിയുടെ മൂല്യം കുറവാണ്, 9.78 m/s² ആണ്, കുറവാണ്. ഇനി ചന്ദ്രനിലെ ജിയുടെ മൂല്യമാണെങ്കിൽ 1.62 m/s² ആണ്. ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയുടെ മൂല്യത്തിൻ്റെതിന് 1/6 ഭാഗമാണ്. നമ്മൾ പഠിച്ചു. കടലാസ് പോലുള്ള വസ്തുക്കൾ സാവധാനമാണ് താഴോട്ട് പതിക്കുന്നത്. ഇത് വായുവിൻ്റെ പ്രതിരോധം കാരണമാണെന്ന് ആദ്യമായി വാദിച്ച ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. തൂവലും നാണയവും പരീക്ഷണത്തിലൂടെ വായുവിൻ്റെ പ്രതിരോധം കാരണമാണ് തൂവൽ താഴെ എത്താൻ കൂടുതൽ സമയമെടുത്തത് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൺ. അപ്പോൾ തൂവലിൻ്റെയും അതുപോലെ തന്നെ നാണയവും ആണെന്നുണ്ടെങ്കിൽ അത് ഐസക് ന്യൂട്ടൺ ആണെന്ന് ഓർത്തു വെക്കുക. കടലാസ് പോലെയുള്ള വസ്തുക്കൾ സാവധാനം താഴോട്ട് പതിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പറഞ്ഞത് ഗലീലിയോ ഗലീലിയാണ്. ഇനി SCERT ക്വസ്റ്റ്യൻ പൂളാണ്. ഗുരുത്വാകർഷണം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം എന്നാണ്. അപ്പം ആൻസർ വന്നിട്ടുള്ളത് വസ്തുക്കൾക്ക് നിൽക്കാൻ കഴിയുന്നു, വസ്തുക്കൾ മുകളിൽ നിന്നും താഴേക്ക് വീഴുന്നത്, കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിക്ക് ചുറ്റും ഒരേ പാതയിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്, വളരെ വേഗത്തിൽ ഭ്രമണം ചെയ്യുമ്പോഴും വസ്തുക്കളെ പിടിച്ചു നിർത്താൻ, അതുപോലെ തന്നെ ഉപഗ്രഹ വിക്ഷേപണ സമയങ്ങളിൽ ഉപഗ്രഹങ്ങളുടെ സഞ്ചാര വേഗത വർദ്ധിപ്പിക്കുന്നതിന്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. ഭൂമിയിൽ നിന്നും 500 മീറ്റർ ഉയരത്തിലായിട്ട് 5 kg മാസുള്ള ഒരു കല്ലും 50 kg മാസുള്ള മറ്റൊരു കല്ലുമുണ്ട്. ഇവയിൽ ഏതിനെയാണ് ഭൂമി കൂടുതൽ ആകർഷിക്കുന്നത്, എന്തുകൊണ്ട്? അപ്പം 50 kg ഉള്ളതിനെയാണ് അല്ലേ. കാരണം എന്താണ്? അതിന് ഭാരം കൂടുതലുള്ളത് കൊണ്ടാണ്. അതിൻ്റെ എന്താണെന്ന് നോക്കാം. F എന്താണ് G/m/r². ഭൂഗുരുത്വാകർഷണ ബലം വസ്തുവിൻ്റെ മാസിന് നേർ അനുപാതത്തിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. ഇനി ഇവ രണ്ടും ഒരേ സമയം താഴോട്ട് നിർബാധം പതിക്കാൻ അനുവദിച്ചാൽ ഏതാണ് ആദ്യം താഴെ എത്തുക, കാരണം എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ രണ്ടും ഒരേ സമയം തന്നെ പതിക്കും അല്ലേ. വസ്തുവിൻ്റെ ഭാരം മുഴുവൻ ത്വരണം ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നു, അഥവാ ഗുരുത്വാകർഷണ ത്വരണം വസ്തുവിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇവ താഴോട്ട് പതിക്കുന്ന അവസരത്തിൽ അവയുടെ ഭാരം താരതമ്യം ചെയ്യുക. ഇവ നിർബാധം താഴോട്ട് പതിക്കുമ്പോൾ ഭാരം എന്താണ്? 0 ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഭരണത ആകർഷണ ബലം 0 ആയിരിക്കാൻ കാരണം എന്ത് എന്നാണ്. ആൻസർ നോക്കാം. ഒരു വസ്തു ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചിരുന്നാൽ അതിന് ചുറ്റുമുള്ള ദ്രവ്യം ആ വസ്തുവിൻ്റെ എല്ലാ ദിശകളിലേക്കും തുല്യ അളവിൽ ആകർഷിക്കുന്നു. അതിനാൽ കേന്ദ്രത്തിലെ ആകർഷണ ബലം 0 ആയിരിക്കും. ഭൗമോപരിതലത്തിൽ ജിയുടെ മൂല്യം എല്ലായിടത്തും ഒരുപോലെയാണോ? എന്തുകൊണ്ട്? അല്ല. ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള അകലം കൂടുമ്പോൾ ജിയുടെ വില കുറയുന്നു. ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള അകലം തുല്യമല്ല. ഭൂമിയുടെ ആരം ഏറ്റവും കുറവ് ധ്രുവപ്രദേശത്തിലായതിനാൽ ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശത്താണ്. ഇനി 40 kg മാസുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം കണക്കാക്കുക എന്നാണ്. അപ്പോൾ W = mg ആണല്ലോ. 40 × 9.8 എന്ന് പറയുമ്പം അതെന്താണ്? 392 N ആണ് അല്ലേ. അപ്പം അതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഭൂമിയിൽ 60 kg മാസുള്ള ഒരാളുടെ ചന്ദ്രനിലെ മാസ് കണക്കാക്കുക എന്നാണ്. 60 kg പ്രപഞ്ചത്തിൽ എല്ലായിടത്തും മാസ് എന്താണ്? തുല്യമാണ്. അങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കൂട്ടാ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക, പ്രപഞ്ചത്തിൽ എല്ലായിടത്തും മാസ് തുല്യമായിരിക്കും, ഭാരമാണ് വ്യത്യാസപ്പെടുന്നത്. അയാളുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അയാളുടെ ഭാരം ഭൂമിയിൽ എത്രയായിരിക്കും? അയാളുടെ ഭാരം ചന്ദ്രനിൽ വ്യത്യാസപ്പെടുമോ? എന്തുകൊണ്ട്? അപ്പോൾ W = mg ആണ്. അപ്പം 60 × 9.8 അപ്പം 588 N ആണ് അദ്ദേഹത്തിൻ്റെ ഭൂമിയിലെ ഭാരം എന്ന് പറയുന്നത്. ചന്ദ്രനിൽ അയാളുടെ ഭാരം വ്യത്യാസപ്പെടും, കാരണം ചന്ദ്രനിൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ത്വരണം കുറവാണ്. അപ്പം എന്താണ്? നമുക്ക് നോക്കാം. ചന്ദ്രനിലെ ഭാരം 60 × 1.62 ആണ് അല്ലേ. അപ്പോൾ 97.2 N ആണ് ചന്ദ്രനിലുള്ള ഭാരം എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 35 kg 45 kg വീതം മാസുള്ള 2 വസ്തുക്കൾ 2 മീറ്റർ അകലത്തിൽ ഇരിക്കുന്നുവെങ്കിൽ അവ തമ്മിലുള്ള ആകർഷണ ബലം കണക്കാക്കുക എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇക്വേഷന് F = G(m1m2/d²) ആണ്. അപ്പോൾ നമുക്കറിയാം ഏതാണ്? 6.67 × 10⁻⁻11 × 35 എന്താണ്? 45/4 ആണ് വരുന്നത് അല്ലേ. 2 മീറ്റർ അകലത്തിലാണല്ലോ. അപ്പോൾ 4 ആണ്. d² എന്ന് പറയുമ്പം 2ൻ്റെ സ്ക്വയർ 4. ഇനി എന്താണ്? അതിനെ നമ്മൾ മൂല്യം കണ്ടു. ആ ഒരു മൂല്യം അവിടെ കൊടുത്തിട്ടുണ്ട്. 35ഉം 45ഉം കൂടി ഗുണിച്ചു. പിന്നെന്ത് ചെയ്തു? 6.67 ഗുണിച്ചു അല്ലേ. അപ്പം നമുക്ക് 2626.31 ആണ്
കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്തു 10⁻11n അതാണ് നമ്മളുടെ ആൻസറായിട്ട് വന്നിട്ടുള്ളത്. ഇനി ആസിഡുകൾ ബേസുകളാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. കെമിസ്ട്രിയിലെ ആസിഡുകൾ ബേസുകൾ എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കാം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ജലത്തിൽ ലയിച്ച ഹൈഡ്രോണിയം അയോൺ നൽകുന്നവയാണ് ആസിഡുകൾ എന്ന് പറയുന്നത്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ജലത്തിൽ ലയിച്ചിട്ട് ഹൈഡ്രോണിയം അയോൺ നൽകുന്നവയാണ് ആസിഡുകൾ. ആസിഡുകൾ ഗുണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള അയോണുകൾ എന്ന് പറയുന്ന ഹൈഡ്രജൻ അയോണുകളാണ് കേട്ടോ. ആസിഡുകളുടെ ഗുണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള അയോണുകൾ ഹൈഡ്രജൻ അയോണുകളാണ്. ജലീയ ലായനിയിൽ ഹൈഡ്രോണിയം H3O+ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ എന്ന് പറയുന്നത്. അലോഹ ഓക്സൈഡുകൾ ജലത്തിൽ ലയിച്ചാൽ ആസിഡുകൾ ഉണ്ടാകുന്നു. അലോഹ ഓക്സൈഡുകൾ ജലത്തിൽ ലയിച്ചാൽ ആസിഡുകൾ ഉണ്ടാകുന്നു. എല്ലാ ആസിഡുകളിലും പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു മൂലകം ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലും പൊതുവായിട്ട് കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ആസിഡുകളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. സസ്യജന്യ ആസിഡുകൾ അല്ലേ, ഓർഗാനിക് ആസിഡുകൾ, കാർബണിക് ആസിഡുകൾ, സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ് ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. ഇനി ധാതുക്കളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഉണ്ട്. മിനറൽ ആസിഡ് അല്ലേ, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതിൻ്റെ ഉദാഹരണമാണ്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പുളിരുചിയുള്ള പ്രകൃതിദത്ത വസ്തുക്കളിൽ ചെറിയ അളവിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളാണ് ഓർഗാനിക് ആസിഡുകൾ. ഒരു ആസിഡ് തന്മാത്രക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണം ആണ് അതിൻ്റെ ബേസികത എന്ന് പറയുന്നത്. അപ്പോൾ ബേസികത എന്താണ്? ഒരു ആസിഡ് തന്മാത്രക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണത്തെയാണ് ബേസികത എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആസിഡുകളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒരു ആസിഡിൻ്റെ ബേസികത 1 ആണെങ്കിൽ അതിനെ അറിയപ്പെടുന്നത് ഏക ബേസിക ആസിഡ് എന്നാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, നൈട്രിക് ആസിഡ് HNO3. ഇനി ഒരു ആസിഡിൻ്റെ ബേസികത 2 ആണെങ്കിൽ അതിനെ അറിയപ്പെടുന്നത് ദി ബേസിക ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് H2SO4, കാർബോണിക് ആസിഡ് H2CO3. അപ്പം എന്താണ്? H 2 വീതമുണ്ട് അല്ലേ. അപ്പം എന്താണ്? ദി ബേസിക ആസിഡാണ്. ഒരു ആസിഡിൻ്റെ ബേസികത 3 ആണെങ്കിൽ അതിനെ അറിയപ്പെടുന്നത് ത്രിബേസിക ആസിഡ് എന്നാണ്. ഫോസ്ഫോറിക് ആസിഡ് H3PO4 അല്ലേ. H നോക്കിയാൽ മതി, ഹൈഡ്രജൻ നോക്കിയാൽ മതി. ഇനി അടുത്തത് നോക്കാം. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡാണ് അസറ്റിക് ആസിഡ്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് അസറ്റിക് ആസിഡാണ്. ഏറ്റവും പഴക്കമുള്ള ആസിഡ് എന്നറിയപ്പെടുന്നതും അസറ്റിക് ആസിഡ് തന്നെയാണ്. മുട്ടത്തോട് മൃദുലമാക്കാൻ കഴിയുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. മുട്ടത്തോട് മൃദുലമാക്കാൻ കഴിയുന്ന ആസിഡ് അസറ്റിക് ആസിഡാണ്. വായുവിൽ പുകയുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. ഏറ്റവും കൂടുതൽ ക്രിയാശീലതയുള്ള ആസിഡ് പെർക്ലോറിക് ആസിഡാണ്. ഏറ്റവും കൂടുതൽ ക്രിയാശീലതയുള്ള ആസിഡാണ് പെർക്ലോറിക് ആസിഡ്. 12 അതിൽ കൂടുതലോ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള ഓർഗാനിക് ആസിഡാണ് ഫാറ്റി ആസിഡ്. അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾ ആസിഡ് ഗുണം കാണിക്കുന്നു. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവം കാണിക്കുന്നു. ഓക്സിജൻ ഇല്ലാത്ത ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്സിജൻ ഇല്ലാത്ത ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രവർത്തനത്തെ സഹായിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് ക്ലോറൈഡുകൾ. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. പേശികളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. പേശികളിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡാണ്. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡാണ്. ഫോമിക് ആസിഡ് എന്നറിയപ്പെടുന്നത് മെഥനോയിക് ആസിഡാണ്. ഫോമിക് ആസിഡ് എന്നറിയപ്പെടുന്നത് മെഥനോയിക് ആസിഡാണ്. കാർബോണിക് ആസിഡ് എന്നറിയപ്പെടുന്നത് സോഡാ വാട്ടറാണ്. കാർബോണിക് ആസിഡാണ് സോഡാ വാട്ടർ. ഉന്നത മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച് കിട്ടുന്ന ലായനിയാണ് സോഡാ വാട്ടർ. ഉന്നത മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച് കിട്ടുന്ന ലായനി ഏതാണെന്ന് ചോദിച്ചാൽ അത് സോഡാ വാട്ടറാണ്. ഇനി കാർബോണിക് ആസിഡ് ഹൈഡ്രജൻ കാർബണേറ്റ് H2CO3. കാർബോണിക് ആസിഡ് നേർപ്പിച്ച ഫിനോലാണ് C6H5OH. ആസ്പിരിൻ എന്നറിയപ്പെടുന്നത് അസറ്റൈൽ സാലിസിലിക് ആസിഡാണ്. ആസ്പിരിൻ എന്നറിയപ്പെടുന്നത് അസറ്റൈൽ സാലിസിലിക് ആസിഡാണ്. ഗ്ലാസ് ലയിക്കുന്ന ആസിഡാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഹൈഡ്രോഫ്ലൂറിക് ആസിഡാണ് ഗ്ലാസ് ലയിക്കുന്ന ആസിഡ്. എല്ലാ സിട്രസ് പഴവർഗ്ഗങ്ങളിലും അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. അസ്കോർബിക് ആസിഡ് വിറ്റാമിൻ C ആണ് അല്ലേ.
ചുവന്ന ഉള്ളിയുടെ നീറ്റലിന് കാരണമായിട്ടുള്ള ആസിഡാണ് സാൽഫെയിനിക് ആസിഡ്. സാൽഫെയിനിക് ആസിഡാണ് ചുവന്ന ഉള്ളിയുടെ നീറ്റലിന് കാരണമായിട്ടുള്ള ആസിഡ്. നൈട്രിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓസ്റ്റ്വാൾട്ട് പ്രക്രിയയാണ്. ഓസ്റ്റ്വാൾട്ട് പ്രക്രിയയാണ് നൈട്രിക് ആസിഡ് വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി നൈട്രിക് ആസിഡിൻ്റെ ലവണങ്ങൾ നൈട്രേറ്റുകളാണ്. നൈട്രിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് നൈട്രേറ്റുകൾ. നൈട്രേറ്റ് ലവണം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ലവണ ലായനിയാണ് ഫെറസ് സൾഫേറ്റ്. നൈട്രേറ്റ് ലവണം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ലവണ ലായനി ഫെറസ് സൾഫേറ്റ് ആണ്. പ്രോട്ടീൻ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. പ്രോട്ടീൻ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. ഇനി സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. ഇനി സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. റോക്കറ്റുകളിൽ ഓക്സിഡൈസർ ആയി ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. റോക്കറ്റുകളിൽ ഓക്സിഡൈസർ ആയിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ്. റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡാണ്. ഫോമിക് ആസിഡാണ് റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്. മഷിക്കറ മായ്ക്കുവാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ്. മഷിക്കറ മായ്ക്കുവാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ്. കുപ്പിപ്പാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളാണ് ഫോസ്ഫോറിക് ആസിഡ്, സിട്രിക് ആസിഡ്. ഇത്തരം ആസിഡുകൾ പല്ലിൻ്റെ ഇനാമലിനെ ദ്രവിപ്പിക്കുന്നു. ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് ബാർബിറ്റൂറിക് ആസിഡ്. ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് ബാർബിറ്റൂറിക് ആസിഡ്. മാനസിക രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആസിഡാണ് LSD, ലൈസർജിക് ആസിഡ്, ഡീത്തിലാമൈഡ്. അപ്പം ഏതാണ് LSD എന്ന് പറയുന്നത്? മാനസിക രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആസിഡാണ്. ഓക്ക്, മഹാഗണി എന്നീ വൃക്ഷങ്ങളുടെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ്. ഓക്ക്, മഹാഗണി എന്നീ വൃക്ഷങ്ങളുടെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ്. ഏറ്റവും മധുരമുള്ള ആസിഡാണ് സുക്രോണിക് ആസിഡ്. സുക്രോണിക് ആസിഡാണ് ഏറ്റവും മധുരമുള്ള ആസിഡ്. ഏറ്റവും വീര്യം കൂടിയ ആസിഡാണ് ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ്. ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ് ഏറ്റവും വീര്യം കൂടിയ ആസിഡാണ്. നൈട്രിക് ആസിഡ് തൊലിപ്പുറത്ത് വീണാൽ മഞ്ഞ നിറമാകുന്നതിന് കാരണം തൊലിയിലെ പ്രോട്ടീനുമായി പ്രവർത്തിച്ച് സാന്തോപ്രോട്ടിക് ആസിഡ് ഉണ്ടാക്കുന്നു. തൊലിയിലെ പ്രോട്ടീനുമായിട്ട് പ്രവർത്തിച്ചിട്ട് പ്രോട്ടിക് ആസിഡ് ഉണ്ടാക്കുന്നത് നൈട്രിക് ആസിഡാണ്. ഏറ്റവും ലഘുവായിട്ടുള്ള അമിനോ ആസിഡാണ് ഗ്ലൈസിൻ. ഏറ്റവും ലഘുവായിട്ടുള്ള അമിനോ ആസിഡ് ഗ്ലൈസിനാണ്. സ്റ്റിയറിക് ആസിഡിൻ്റെ മറ്റൊരു പേരാണ് ഒക്ടാഡെക്ടനോയിക് ആസിഡ്. ഒക്ടാഡെക്ടനോയിഡ് ആസിഡാണ് സ്റ്റിയറിക് ആസിഡിൻ്റെ മറ്റൊരു പേര്. ടൂത്ത് പേസ്റ്റിൽ പ്രിസർവേറ്റീവായി ചേർക്കുന്നത് സാലിസിലിക് ആസിഡാണ്, ബെൻസോയിക് ആസിഡ്. സാലിസിലിക് ആസിഡാണ് ടൂത്ത് പേസ്റ്റിൽ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. ആസിഡും ബേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിദ്ധാന്തങ്ങളാണ് ലാറി ബ്രോൺസ്റ്റഡ് സിദ്ധാന്തം, ലൂയിസ് സിദ്ധാന്തം, അറീനിയസ് സിദ്ധാന്തം. ലാറി ബ്രോൺസ്റ്റഡ് സിദ്ധാന്തം, ലൂയിസ് സിദ്ധാന്തം, അറീനിയസ് സിദ്ധാന്തം ആസിഡും ബേസുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളാണ്. ലോറി ബ്രോൺസ്റ്റഡ് സിദ്ധാന്ത പ്രകാരം ഹൈഡ്രജൻ അയോണിനെ ദാനം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങളെ ആസിഡുകളെന്നും ഹൈഡ്രജൻ അയോണിനെ സ്വീകരിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെ ബേസുകളെന്നും പറയുന്നു. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്ന് കെമിസ്ട്രിയിൽ നിന്നും നോക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ബയോളജിയാണ് നോക്കുന്നത്. ബയോളജിയിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിസ്ഥിതിയാണ് പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പം അതിൽ തന്നെ വന്നിട്ടുള്ള ഇൻസിറ്റു കൺസർവേഷനും ആ ഒരു ഭാഗമാണ് കേട്ടോ ഇന്ന് നോക്കുന്നത്. ജൈവമണ്ഡലമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. അത് കാണാത്തവർ ആ ഒരു ക്ലാസ് കണ്ട് പഠിച്ചതിന് ശേഷം ഇത് കാണുക. അപ്പം ഇൻസിറ്റ് കൺസർവേഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പം സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവികളെയും വിഭാഗങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്നു. വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ തുടങ്ങിയവയാണ് ഇതിൻ്റെ ഉദാഹരണമായിട്ട് വന്നിട്ടുള്ളത്. ഇനി കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നതാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. കമ്മ്യൂണിറ്റി റിസർവുകൾ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്നതാണ്. അപ്പോൾ കേരളത്തിലെ ഒരു പ്രധാന കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. ഒരു ജീവിവർഗം ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം കാണപ്പെടുകയും മറ്റൊരിടത്തും കാണപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് തദ്ദേശീയത എന്ന് പറയുന്നത്. ഇനി കാവുകൾ എന്നാൽ എന്താണെന്ന് നോക്കാം. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവവൈവിധ്യ മേഖലയാണ് കാവുകൾ. തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ ഭീഷണി നേരിടുന്നതുമായ ജൈവവൈവിധ്യ മേഖലയാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ലോകത്തിലെ ആകെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 36.
ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 36 എണ്ണമാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. വന്യജീവി സങ്കേതങ്ങൾ നോക്കാം. ആവാസ വ്യവസ്ഥയെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ. പേപ്പാറ, പെരിയാറ്, വയനാട് തുടങ്ങിയവ. ഇനി നാഷണൽ പാർക്കുകളാണ്. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപപ്പെടുന്നവയാണ് നാഷണൽ പാർക്കുകൾ. കമ്മ്യൂണിറ്റി റിസർവ്സ് നോക്കാം. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ബയോസ്ഫിയർ റിസർവുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെടുന്ന വിശാലമായിട്ടുള്ള ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഇനി കാവുകളാണ്. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവവൈവിധ്യ മേഖലകളാണ് കാവുകൾ. പ്രദേശത്തെ ജലസംരക്ഷണത്തിൽ കാവുകളുടെ പങ്ക് നിസ്തുലമാണ്. ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ട് അമൂല്യ ജൈവ സമ്പത്തായ കാവുകൾ പലതും നാമവിശേഷമായി ഏതാനും കാവുകൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എക്സിറ്റ് കൺസർവേഷൻ ആണ്. എക്സിറ്റ് കൺസർവേഷൻ എന്നാൽ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ്. ഉദാഹരണം സുവോളജിക്കൽ പാർക്കുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാങ്കുകൾ തുടങ്ങിയവയാണ്. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ പാർക്കുകൾ. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽ പെട്ടിട്ടുള്ള അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പാലോടാണ്, തിരുവനന്തപുരം പാലോടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനമാണ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയാണ്. ഇത് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പാലോട്, തിരുവനന്തപുരം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആവശ്യമായ അവസരങ്ങളിൽ ജീവികളെ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കുകയും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ ആണ് ജീൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് എടവക, വയനാട്. വയനാട്ടിലെ എടവക ഗ്രാമപഞ്ചായത്തിലാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയിട്ടുള്ള കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസാക്കിയ വർഷം 2002 ആണ്. ഈ ആക്ടിൻ്റെ ഫലമായി നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി സ്ഥാപിതമായ വർഷം 2003. പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ് ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുന്ന സംഘടനയാണ് NBA. ദേശീയ ജൈവവൈവിധ്യ അതോറിറ്റിയുടെ ആസ്ഥാനം ചെന്നൈയാണ്. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ആദ്യ ചെയർമാനാണ് വിശ്വനാഥ് ആനന്ദ്. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ നിലവിലെ ചെയർമാനാണ് അചലേന്ദർ റെഡ്ഡി. ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ നോക്കാം. അപൂർവമായി കാണപ്പെടുന്നതോ പ്രാദേശികമായി കാണപ്പെടുന്നതോ ആയ ജീവി വർഗ്ഗങ്ങളുടെ ഉയർന്ന വൈവിധ്യത്തിലുള്ള മേഖലയാണ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട്. ആദ്യമായി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന പദം ഉപയോഗിച്ചത് നോർമൻ മിയേഴ്സ് ആണ് ആദ്യമായി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാനതല സയന്റിഫിക് ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ എല്ലാ പ്രധാന ആവാസ വ്യവസ്ഥകളിലുമുള്ള പക്ഷി ഇനങ്ങളുടെ വിതരണത്തെയും സമൃദ്ധിയെയും കുറിച്ചുള്ള അടിസ്ഥാന ഡേറ്റയാണ് ബേർഡ് അറ്റ്ലസ്. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അമേരിക്ക ആസ്ഥാനമാക്കിയിട്ടുള്ള സംഘടനയാണ് കൺസർവേഷൻ ഇന്റർനാഷണൽസ്. ഇന്ത്യയിലെ സ്ഥിതി ചെയ്യുന്ന ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 4 ആണ്. ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് സയൻസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ കേട്ടോ. അപ്പം നാളെ നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളെ കുറിച്ചിട്ടൊക്കെ പഠിക്കാം. പശ്ചിമഘട്ട സവിശേഷതകളും അതൊക്കെ വരുന്നത് നാളത്തെ ക്ലാസ്സിലാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.